ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവിൽ ശക്തിപ്പെടുക. വ്യക്തിപരമായി കർത്താവിനെ അറിയുക. അവന്റെ സ്നേഹം എന്താണ്, കരുണ എന്താണ്, നമുക്ക് വേണ്ടി വ്യക്തിപരമായി അദ്ദേഹം ചെയ്തത് എന്താണ്. എന്നെ വ്യക്തിപരമായി അറിഞ്ഞ് എനിക്ക് വേണ്ടി മരിച്ചു. ഏതാവശ്യത്തിനും എനിക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലാം. എനിക്ക് ഒരിടം കർത്താവിലുണ്ട്. 2, അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക. അവിടുത്തെ അമിതമായ ബലം. ഒരു കല്ലിന്റെ ആവശ്യമാണുള്ളതെങ്കിൽ ഒരു പർവ്വതത്തിന്റെ അത്രയും ബലമാണ് തരുന്നത്. ചെറിയൊരു ബലഹീനതയ്ക്ക് വിഷയത്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സമൃദ്ധമായ കൃപയാണ് തരുന്നത്. ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുകയാണ്, സമൃദ്ധിയായിട്ടാണ് മറുപടി. ദാഹത്തിന് വെള്ളം ചോദിച്ചാൽ ഗ്ലാസ്സിലല്ല തരുന്നത്, ഒരു കുടത്തിലാണ് തരുന്നത്. അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. എന്തിനു വേണ്ടിയാ? ഒരാൾ തന്ത്രമായിട്ട് വരുന്നുണ്ട്, നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കാതിരിക്കാൻ, നമ്മൾ തകർന്നു പോകുവാൻ, നിരാശരാകുവാൻ, ആത്മഹത്യ ചെയ്യുവാൻ, സഭയെ ഭിന്നിപ്പിക്കുവാൻ, കുടുംബത്തെ ശിഥിലമാക്കുവാൻ തന്ത്രവുമായിട്ടൊരുത്തൻ വരുന്നു. ആ തന്ത്രം എന്നുള്ള വാക്ക് തന്നെ കണ്ടില്ലേ? യുദ്ധതന്ത്രം. യുദ്ധമാണ്. സാത്താനും അവന്റെ സൈന്യവും സഭയ്ക്കെതിരെ വരുന്നു, വിശ്വാസികളുടെ കുടുംബങ്ങൾക്കെതിരെ വരുന്നു. അപ്പോൾ പല തന്ത്രങ്ങളും നോക്കി അതിലേറ്റവും വിജയിച്ചു നിൽക്കുന്ന തന്ത്രം അതവൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അതെന്താണ്? നമ്മളെ കൊണ്ട് ജഡപ്രകാരം പോരാടിക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മ പറയുകയാണ്, നമുക്ക് പോരാട്ടമുണ്ട്, സത്യമാണ്. പക്ഷെ അത് അപ്പനോടോ അമ്മയോടോ അല്ല, ബന്ധുക്കളോടല്ല, മക്കളോടല്ല, നിങ്ങളോട് ഷൗട്ട് ചെയ്യുന്ന നിങ്ങളുടെ ബോസിനോടല്ല, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, നിങ്ങളോട് ധിക്കാരം കാണിക്കുന്ന നിങ്ങളുടെ കീഴ് ജീവനക്കാരനോടുമല്ല. പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആത്മാക്കളോടാണ്. ജഡരക്തങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് മാത്രമല്ല, ചില ജീവികൾ, ചില ജന്തുക്കൾ, ചില മതത്തിൻ്റെതായിട്ട് ആൾക്കാർ കണക്ക് കൂട്ടുന്നു. അങ്ങനെയും കരുതണ്ട. നമുക്ക് ഒരു ജന്തുക്കളോടും ജീവികളോടും മനുഷ്യരോടും പകയില്ല, പോരാട്ടമില്ല. ജന്തുക്കളിലൂടെ ആയാലും മനുഷ്യരിലൂടെ ആയാലും നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നത്, ഇറിറ്റേറ്റ് ചെയ്യുന്നത്, പ്രകോപിപ്പിക്കുന്നത്, ഉപദ്രവിക്കാൻ വരുന്നത് സാത്താനാണ്. നിരീശ്വരവാദികളും ബുദ്ധിജീവികളും ഇതിനെ എതിർക്കുന്നുണ്ടാകും. ഒരു കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ വ്യക്തിപരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലോ കുടുംബത്തിലോ മക്കൾക്കോ വരുമ്പോൾ അവർ വ്യക്തിപരമായിട്ട് സമ്മതിക്കും. ഈ കാണുന്ന ലോകത്തിൽ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത ചില സത്യങ്ങളുണ്ടെന്ന്. അതെന്തൊക്കെയാണ്? വാഴ്ചകളാണ്. വാഴുന്നവർ ആ പൈശാചിക വാഴ്ച നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരികയാണ്. അധികാരങ്ങൾ പ്രയോഗിക്കുകയാണ് നമ്മുടെ നേരെ. ലോകത്തിൻ്റെ അധിപതികളായ ചില ശക്തികൾ നമുക്കെതിരെ നിൽക്കുന്നു. ഇനി സ്വർലോകങ്ങളിൽ ദുഷ്ടാത്മസേനകളുണ്ട്. അപ്പോൾ ഒരു വിശ്വാസി എന്തിനെയൊക്കെ നേരിടണം, എങ്ങനെ നേരിടണം? എല്ലാം ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഓരോ ദിവസവും വേണ്ടത് ദൈവം പഠിപ്പിച്ചു തരികയാണ്. പക്ഷെ ഓർത്തുകൊള്ളണം, ജഡപ്രകാരം നമ്മൾ പോരാടിയാൽ നമ്മൾ തകർന്നു പോകും. സാക്ഷിയാകുന്നതിന് പകരം എതിർ സാക്ഷിയാകും. അപ്പോൾ തന്നെ അറിയാലോ ഇതിലെന്താണ് തന്ത്രം. തന്ത്രം നിന്റെ അതിര് മാന്തുന്ന അയൽക്കാരനെ അല്ല കൊണ്ടുവരുന്നത്. പ്രധാനമായിട്ട് നിനക്ക് ശത്രുവെന്ന് തോന്നുന്ന ഒരു മനുഷ്യനെയും അല്ല പ്രധാനമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പനെതിരായിട്ട് വന്നാലോ, അമ്മ വിശ്വാസത്തിനെതിരായിട്ട് നിന്നാലോ, മക്കൾ നിന്നോട് എതിർത്താലോ, നിന്റെ മേലുദ്യോഗസ്ഥൻ നിന്നെ എപ്പോഴും അസ്വസ്ഥതപ്പെടുത്തിയാലോ. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ 5-ാം അധ്യായം 22 മുതൽ 6-ാം അധ്യായം 9 വരെ ഇവരോടെങ്ങനെ ഇടപെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാര്യമാരെ ഇവിടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. അപ്പോൾ കീഴടങ്ങാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഈ പുസ്തകം എഴുതിയ ഒരാൾ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും, അദ്ദേഹം സഹായിക്കും. ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കാൻ പറ്റാതെ വന്നാൽ ഈ പുള്ളിക്കാരെ സഹായിക്കും. മക്കളെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ വളർത്തുവിൻ.
ദാസന്മാരെ യജമാനന്മാരെ അനുസരിപ്പിൻ. യജമാനന്മാരെ നിങ്ങളുടെ ദാസന്മാരോട് മുഖപക്ഷമില്ലാതെയും ഭീഷണി വാക്ക് പറയാതെയും പെരുമാറുകയും. ഇങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ബലം വേണം. അതിനുള്ള കാര്യങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഏത് നേരത്തും പ്രാർത്ഥിക്കുക, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ സ്ഥിരത കാണിപ്പീൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടെങ്കിൽ വിജയത്തിൽ സ്ഥിരതയുണ്ട്. ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കണം. അപ്പോൾ ഈ സാത്താനെ നമ്മൾ കാണുന്നില്ല, അവൻ്റെ തന്ത്രങ്ങളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അഥവാ ഐഡൻറ്റിഫൈ ചെയ്താലും അവന് ജയിക്കണമെങ്കിൽ നമുക്ക് കുറേ സർവായുധ വർഗം, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങളെക്കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുന്നു. സത്യം, നീതി, സമാധാനം, വിശ്വാസം, രക്ഷ, ദൈവവചനം. അരയ്ക്ക് സത്യം വേണമെന്ന് ഒരു പട്ടാളക്കാരൻ്റെ യൂണിഫോമിനോട് ഉപമിച്ചാണ് പറയുന്നത്. അരയ്ക്ക് കെട്ടുന്ന ബെൽറ്റ് അത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിൽക്കാം. നിങ്ങൾ നഗ്നരാകുകയില്ല, നിങ്ങളുടെ വസ്ത്രം ഊരിപ്പോകുകയില്ല. സത്യമുണ്ടെങ്കിൽ, അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവമേ നീച്ചിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നേരമുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ നമ്മൾ രാജാക്കന്മാരെ പോലെ വാഴും. നമുക്ക് നീതിയുണ്ടെങ്കിൽ, നമ്മൾ നീതിമാനാണെങ്കിൽ നമുക്ക് ആനന്ദത്തോടെ നടക്കാൻ പറ്റും. ഇവിടെ അരയ്ക്ക് സത്യം, നീതി എന്ന കവചം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്, വിശ്വാസം എന്ന പരിച. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ചോദിക്കും, നീതി നമ്മുടെ നീതിയാണോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നീതിയാണ് നമ്മൾ ധരിക്കേണ്ടത്. പക്ഷെ അതിൽ നമ്മുടെ ഒരു പങ്കുണ്ട്. വിശ്വാസം എന്ന പരിച. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്, അത് വർദ്ധിപ്പിക്കണം നമ്മൾ വചന കേൾവിയാൽ, വചനധ്യാനത്താൽ. പിന്നെ വിശ്വാസത്തിനനുസരിച്ച് നടക്കുന്നതിനാലാണ് അത് ബലപ്പെടുന്നത്. ഗോലിയാത്തും ദാവീദുമായിട്ടൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ ഗോലിയാത്തിനൊരു പരിചയക്കാരനുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഗോലിയാത്തിൻ്റെ കയ്യിൽ പരിചയമൊന്നുമില്ല, പരിചയക്കാരൻ മുമ്പേ നടക്കുന്നു. അത്ര വലിയൊരു പരിചയമാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ തന്നെ ഒരു പരിചയം പിടിക്കണം. വിശ്വാസം എന്ന പരിചയം. തലയ്ക്ക് ഹെൽമറ്റുണ്ട്, രക്ഷ എന്നൊരു ഹെൽമറ്റുണ്ട്. അപ്പോൾ ഈ പരിച ശരിക്കും തലയെ ഉദ്ദേശിച്ചല്ല, നമ്മുടെ നെഞ്ചിനെ ഉദ്ദേശിച്ചാണ്, ഹാർട്ടിനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ദുഷ്ടൻ്റെ അമ്പുകൾ വരിക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം തകർക്കുന്ന അസ്ത്രങ്ങളാണ്. ഭയമാകാം, ടെൻഷനാകാം, ഉപജീവന ചിന്തകളാകാം, പാപചിന്തകളാകാം, പരീക്ഷകളാകാം, ടെംപ്റ്റേഷനുകളാകാം, പ്രലോഭനങ്ങളാകാം. ഇതിനെ തടുക്കാനാണ് വിശ്വാസം എന്ന പരിചയം. കാരണം ഹെബ്രായ ലേഖനം 11 നമ്മൾ കാണുന്നു, വിശ്വാസത്താൽ അവർ തീരെ ബലം കെടുത്തി, സിംഹത്തിൻ്റെ വായ അടച്ചു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി. അപ്പോൾ നമ്മൾ വളരുന്നതനുസരിച്ച് ആദ്യം ഒരു ചെറിയ പരിചയമായിരിക്കും. നമ്മൾ വളരുന്നതനുസരിച്ച് ഈ പരിചയയുടെ വലിപ്പം കൂടണം. അതുകൊണ്ട് എടുത്തുകൊണ്ട് നിൽപ്പിനെന്ന് പറയുന്നു. കാരണം എടുത്തുകൊണ്ട് നിൽക്കാനൊരു ആരോഗ്യം നമുക്ക് വേണം. വിശ്വാസം എന്ന പരിചയം ചുമന്നുകൊണ്ട് നിൽക്കാനൊരു കേൾപ്പ് വേണം. അത് ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലൊക്കെ നേടുന്നത്, വചനധ്യാനത്തിലൂടെ, വചന കേൾവിയിലൂടെ കിട്ടുന്നത്. ഇവിടെയൊക്കെ അറിഞ്ഞിരിക്കുന്ന മറ്റ് രണ്ട് കാര്യങ്ങൾ, രക്ഷ എന്ന ശിരസ്ത്രവും ആത്മാവിൻ്റെ വാളും, ദൈവവചനം എന്ന വാളും കൈക്കൊള്ളുവിനെന്നാണ് പറയുന്നത്. തലയുടെ നേരെ വരുന്ന തോട്ട്സ്, ചിന്തകൾ, സംശയങ്ങൾ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞുപോയ കാലത്ത് ദിവസങ്ങൾ പാഴായിപ്പോയോ? അതോ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ? അത് എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, പോരാട്ടമില്ലാത്ത സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ, വചനം ധ്യാനിച്ചാൽ, വചനം കേട്ടാൽ, പോരാട്ടമുള്ള സമയത്ത് ഇത് വെളിപ്പെടും. ഇരുവായ്ത്തലയുള്ള വാളെന്നല്ലേ പറയുന്നു. എന്ന് പറഞ്ഞാൽ ആലോചനയും പറഞ്ഞു തരും, ആക്രമിക്കുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്നുള്ള ആലോചനയും വചനം തരും. ശത്രുവിനെ വെട്ടി ഓടിക്കാനുള്ള കരുത്ത് തരും. പവറുണ്ട് ദൈവവചനത്തിന്. സത്താൻ ഓടിക്കളയും, അല്ലെങ്കിൽ സത്താൻ ഇത് വെട്ടും ആത്മമണ്ഡലത്തിൽ, അവന് നാശം ചെയ്യും. അപ്പോൾ ഇത് ഏത് വചനമാണ് വരുന്നതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതപ്പെട്ട വചനം നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മുടെ വിഷമകാലത്ത് അരുളപ്പാട് കിട്ടും. സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കായ് 10 തിന്നാം എന്ന് പറയുന്ന പോലെ വചനം ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ അനേകർ തകർന്നു പോയല്ലോ. ബൈബിൾ അറിയാവുന്നവർ തന്നെ, കാണാപ്പാഠം പഠിച്ചവർ പോലും തകർന്നു പോയി. കാരണം
അരുളപ്പാട് പ്രാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അരുളപ്പാട് വെളിപ്പെട്ടുള്ളത് മിന്നൽ വെളിപ്പെടുന്നത് പോലെയാണ്. ജോബിന്റെ പുസ്തകം പറയുന്നു, മിന്നൽ കൊണ്ടവൻ തൃക്കൈ നിറയ്ക്കുന്നു, ശത്രുവിന്റെ നേരെ അതിനെ പ്രയോഗിക്കുന്നു. മിന്നൽ കൈ പിടിച്ചിട്ട് നിങ്ങളുടെ ശത്രുവിന്റെ നേരെ അതിനെ പ്രയോഗിക്കാൻ പറ്റിയായിരുന്നു അർത്ഥമിക്കുക. അതുപോലെയാണ് അരുളപ്പാട്. ശത്രു ഓടിക്കളയും, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയില്ല. ഇത്രയും പറഞ്ഞിട്ട് എഴുതിയ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ചങ്ങല ധരിച്ചു സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന്, പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതുകൂടെ പറഞ്ഞാലേ ക്ലിയർ ആകത്തുള്ളൂ. ഈ എഴുതിയ ആള് ഈ പോരാട്ട വിജയം അനുഭവിച്ച ആളാണല്ലോ ഇത് എഴുതിയത്. ശത്രുവിനെ ഓടിച്ച ആളാണ് എഴുതിയത്. ഇതുപോലെയുള്ള സർവായുധ വർഗം ധരിച്ച ഒരാളാണ് എഴുതുന്നത്, ധരിക്കുന്ന ഒരാളാണ് എഴുതിയത്. അദ്ദേഹം പറയാണ്, ഞാനിപ്പോൾ ഇതൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം മനുഷ്യനിട്ട ഒരു ചങ്ങലൻ്റെ മേൽ കിടപ്പുണ്ട്. ഇദ്ദേഹം തടവിലാണ്. അപ്പം തടവിലായതുകൊണ്ട് പരാജിതനാണെന്ന് അർത്ഥമില്ല. ദാരിദ്ര്യം വന്നതുകൊണ്ട്, സാമ്പത്തിക ഞെരുക്കം വന്നുകൊണ്ട്, കഷ്ടം വന്നുകൊണ്ട്, രോഗം വന്നുകൊണ്ട്, സങ്കടം വന്നതുകൊണ്ട് ആത്മീയ യുദ്ധത്തിൽ തോറ്റെന്നർത്ഥമില്ല. എങ്ങനെ അറിയാം? എന്നിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നു, എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നു, എന്നിട്ടും നിങ്ങൾ അനേകരെ ബലപ്പെടുത്തുന്നു. ഇദ്ദേഹം ജയിലിൽ കിടന്ന് എഴുതിയ ഈ പുസ്തകം, പിന്നെ കൊളോസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലിമോൻ എഴുതിയ ലേഖനം, ഇതെല്ലാം തലമുറ തലമുറയായി ദൈവസഭയെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് നീ കഷ്ടം വന്നു, ചങ്ങല വന്നു, സങ്കടം വന്നു, ദാരിദ്ര്യം വന്നു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരടയാളമാണ്, അതൊരു ബന്ധനമാണ്. അത് പ്രാർത്ഥനയാൽ, യാചനയാൽ, ആത്മാവിൻ്റെ പ്രാർത്ഥനയാൽ ആ ചങ്ങല പൊട്ടിക്കേണ്ടതാണ്, ബന്ധനം ഒഴിക്കേണ്ടതാണ്. അതൊറ്റയ്ക്ക് കഴിയത്തില്ലെങ്കിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടേണ്ടതാണ്. കൂട്ടായ്മയാൽ, സഭയാൽ അതിനെ നേരിട്ട് ജയിക്കാൻ കഴിയും. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. പേഴ്സണലായിട്ട് ഒരു ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കർത്താവ് ആരാണെന്നും അവിടുത്തെ ബലം എന്താണെന്നും അദ്ദേഹം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എനിക്കിതിൽ എന്ത് റോളാണെന്നും പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശിച്ചു തരും. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ഭയം, ഭാരങ്ങളെല്ലാം മാറട്ടെ, ടെൻഷനുകളെല്ലാം നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള ജയം, ഉയർച്ച, ഉദ്ധാരണം ഉണ്ടാകുമാറാകട്ടെ. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.